നൽകിയ അവധി സൂചന നിരസിച്ചുള്ളതാണെങ്കിലും തുടർച്ചയായ 3 മാസക്കാലവും 3 കൗൺസിലും ഹാജരാകാത്തത് കാരണം കേരള മുനിസിപ്പാലിറ്റി ആക്ട് 91K പ്രകാരം താങ്കൾക്ക് അയോഗ്യത സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം 2024 ആലപ്പുഴത്തെ വിധി പറയുകയാണെങ്കിൽ ഞാൻ 2026 പാലക്കാട് മുനിസിപ്പാലിറ്റി, അത് പഞ്ചായത്ത് ആക്ടാണ്. ഞാൻ കൂടുതൽ കറണ്ടായിട്ടുള്ള മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള കഴിഞ്ഞ മാസത്ത് കൂടുതൽ ഇൻവോഗായിട്ടുള്ള കാര്യം ഞാൻ അങ്ങനെ വാട്സാപ്പ് അയച്ചത്. അപ്പൊ അങ്ങ് പുന്നപ്രയുടെ കാര്യം പറയുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയും കൂടെ പഠിക്കണം. അത് മുനിസിപ്പാലിറ്റി ആക്ടാണ്, അത് LSDD ആക്ടാണ്, ആക്ട് വേറെയാണ്. എന്താണ് ഇപ്പോൾ നിയമപരമായിട്ടുള്ള ചട്ടം എന്നാണ് പറയുന്നത്? ആ ചട്ടം അവിടെ ഉണ്ടെങ്കിൽ അതേപോലെ ചട്ടം ഇപ്പുറത്തും ഉണ്ട്. അത് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. നിലവിൽ സമാനമായൊരു കേസിൽ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് കൗൺസിലർ ശ്രീ സുൽഫിക്കർ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർഷിപ്പ് മെമ്പർഷിപ്പ് ഗ്രാമപഞ്ചായത്ത് റദ്ദാക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം അന്യായം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി താഴെ പറയുന്ന നിരീക്ഷണങ്ങളാൽ അത് റദ്ദ് ചെയ്യാനാണ് ഉണ്ടായത്. 1900 ജുഡീഷ്യൽ കസ്റ്റഡി കാരണം യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലും അതിനായി ശ്രമിച്ചിട്ടുള്ള സാഹചര്യത്തിലും ഒരു ജനപ്രതിനിധിക്ക് സ്ഥിരമായി പദവി നഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിരീക്ഷിച്ച കോടതി അദ്ദേഹത്തിന്റെ വാർഡ് അംഗത്വം നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയും അത് പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്തു. ഈ കോടതി ഉത്തരവ് ജൂലൈ 3, 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 182/48/2024 നമ്പർ കേസിലാണ് ഈ ഒരു വിധി വന്നത്. എന്തായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ശബിനനാഥ് 2 ആക്ഷേപം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം സെക്രട്ടറി എന്ന നിലയിലുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അതും ഇതേ കേസ് തന്നെയാണ്. ജുഡീഷ്യൽ കസ്റ്റഡി ആയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നഷ്ടമായത്. അതിനെതിരെ അപ്പോൾ ഇതിനെന്തായാലും ബഹുമാനപ്പെട്ട കൗൺസിലറുടെ ഒരു ആക്ഷേപം പരിശോധിക്കുകയും നിയമപരമായ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം നഗരസഭ താങ്കൾ പറയുന്നത് നിലവിലെ ചട്ടപ്രകാരം ഈ അപേക്ഷ പരിഗണിച്ചതും അത് അനുവദിച്ചതിലും തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഹൈക്കോടതി കൗൺസിലിന് തീരുമാനിക്കാം അവധി കൊടുക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ എന്റെ ഒരു ഫൈൻഡിങ് അതാണ്.